ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ കുറച്ച് വൈകുന്നേരം വരെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ഇന്ന് നിക്കാഹുമാണ്, നാളെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകലും കുട്ടികൾക്കുള്ള കാര്യങ്ങൾ വാങ്ങലും അങ്ങനെ ആയിട്ട് ഒരുപാട് തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ അങ്ങനെ എടുത്ത് ഇടുന്നത്. കാരണം നമുക്കിങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടലില്ല. അപ്പോൾ നമ്മൾ 2-3 ദിവസം വെച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയത്. കാരണം കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഒഴിവിൻ്റെ സമയം നോക്കിയിട്ടൊക്കെ ആയിരിക്കും പോയിക്കുക. അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ വീടുകളിൽ നിന്ന് ഓരോ കാര്യങ്ങളും എടുത്ത് വെക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. തലേന്ന് 2 ദിവസം മുന്നേ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് പോരുന്നുണ്ട്. കാരണം അവിടുന്ന് ഇങ്ങനെ തലേന്നൊക്കെ പോകാൻ സുഖം അതാണല്ലോ. ഇവിടുന്ന് പോയി പോരാനൊക്കെ ഭയങ്കര ദൂരമാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ട് പോരുമ്പോൾ ഒരുപാട് സാധനങ്ങളും ഒക്കെ വേണ്ടി വരും. കാരണം 1 ദിവസത്തിനാണെങ്കിലും 2 ദിവസത്തിനാണെങ്കിലും മക്കളെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വേണ്ടി വരും പോരാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒരുക്കി വെക്കലും ഒക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ ഞാൻ പിന്നെ ഇന്ന് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അരി അരച്ചപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അപ്പമൊക്കെ ഇങ്ങനെ ചുട്ടിട്ടു. അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ പാകത്തിന് ചുട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം കുറച്ച് ബാലൻസ് വന്നാൽ നമ്മൾ പോകുമല്ലേ, അപ്പോൾ വാലൊക്കെ അടച്ച് പോകുമ്പോൾ ഫുഡൊക്കെ ബാക്കി വന്നാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ മക്കൾക്ക് വേണ്ടത് അങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് അങ്ങനെ ചുട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ബാക്കി കുറച്ച് മാവും വന്നിരുന്നു. അപ്പോൾ ഞാൻ ഇനി മാവ് ഫ്രിഡ്ജിക്ക് വെച്ചാൽ ഞാൻ പോയി വന്നിട്ട് വേണമല്ലോ, അതുകൊണ്ടൊക്കെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൽത്തപ്പം ഉണ്ടാക്കലുണ്ടെന്നില്ല. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പാക്ക് ചായക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാക്കി വരുന്ന മാവ് കൊണ്ട് ഞാൻ കൽത്തപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിരുന്നു കേട്ടോ, ബാക്കി വന്ന അരിൻ്റെ മാവ് കൊണ്ട് ഇങ്ങനെ കൽത്തപ്പം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ 2 ദിവസമായിട്ട് ഒരു കൽത്തപ്പത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും തന്നെ അതൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നിങ്ങൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരിയൊക്കെ അരക്കുമ്പോഴും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ മാവൊക്കെ ബാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൽത്തപ്പത്തിനായിട്ട് അരി അരച്ച് വെക്കൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയത് ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് ഞാൻ മിനിയാന്നത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. ഞാൻ തറവാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല നന്നായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ മാവ് വെച്ചിട്ടും ഞാനിങ്ങനെ അപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചുടാൻ പറ്റിയ ഒരു അപ്പം തന്നെയാണ് അത്. ഞാനിതാ അപ്പത്തിൻ്റെ മാവ് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. മേലെ അടിയിൽ മാവ് നിൽക്കും. അപ്പോൾ ആ വെള്ളം മാറ്റി കൊടുക്കണ്ടോ. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് ചൂലും നമ്മുടെ അടിക്കാനുള്ള ചൂലും മുറൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ നിൽക്കുക, അതവിടെ കൊണ്ടുപോയി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ മോന് ഞാൻ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ക്ലീനിങ്ങും അടുക്കളൻ്റെ പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സിങ്കിൽ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ 2 ദിവസമൊക്കെ ഇങ്ങനെ സിങ്കൊന്നും ഉപയോഗിക്കാതെ ഇട്ട് പോവുകയെ അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പോ നമ്മൾ ആ സിങ്കിൻ്റെ ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് അപ്പസോഡ, അത് വാഷ് ബേസിൻ്റെ ആയാലും സിങ്കിൻ്റെ ആയാലും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുത്താൽ നമ്മൾ അത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലത്തെ ബാഡ് സ്മെല്ലൊക്കെ അങ്ങ് പോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം വീടൊക്കെ അടച്ചിട്ടാൽ അങ്ങനെ ബാഡ് സ്മെല്ലൊക്കെ അങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് എല്ലാ പാത്രങ്ങളും വെച്ചിരുന്നു. കാരണം ലാസ്റ്റ് വർക്ക് ഏരിയ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് വേണ്ട, കാരണം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഇബാൻ്റെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ കല്യാണമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കല്യാണത്തിന് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇപ്പം വരാമെന്ന് പറയുന്നു കേട്ടോ കൊണ്ട് പോവാൻ. അപ്പോൾ പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും വേണം. അങ്ങനെ ഞാൻ എന്താ പാത്രങ്ങളൊക്കെ വേഗം ഒക്കെ കഴുകി വെച്ചിട്ട് അവിടുത്തെ ക്ലീനിങ്ങും അങ്ങനെ കഴിയാണ്. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ ആ മാവിൽ നമ്മളെ വെള്ളമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഞാൻ ആ വെള്ളം അങ്ങനെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഞാനവിടെ ശർക്കര ഉരുക്കാനും വെച്ചിരുന്നു. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ നമ്മൾ ഈ മാവ് ലൂസാണെന്നുണ്ടെങ്കിൽ ശർക്കര പിന്നെ നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കുക, അല്ല മാവ് നല്ല ടൈറ്റാണെന്നുണ്ടെങ്കിൽ ശർക്കര ലൂസാക്കിയിട്ടും അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഈ ശർക്കരൻ്റെ പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുകയാണ്. മിക്സാക്കി കൊടുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യാനുള്ളത്. കാരണം ഉപ്പൊക്കെ അതിൽ നമ്മൾ ഓൾറെഡി അപ്പത്തിന് ഇട്ടതുകൊണ്ട് അതിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ
അതങ്ങനെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു കുക്കർ എടുത്തിരുന്നുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ പോകാനുള്ള അർജൻറ്റ് കൊണ്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചല്ല. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു വീഡിയോസിൻ്റെ ഒരു കുറവ് അങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മാവൊക്കെ വേണ്ട ശർക്കരയൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിങ്ങനെ നല്ല റെഡിയാക്കി എടുത്തിരുന്നു. അങ്ങനെ ഇതാ കുക്കർ ഞാൻ എടുത്തിട്ട് അതിലേക്ക് ചെറുള്ളി ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കർ ചെറിയ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലാണ് കേട്ടോ കലത്തപ്പം ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഇതിൽ ചുട്ടാൽ എനിക്ക് വേഗം കലത്തപ്പൊക്കെ ഇങ്ങനെ അടർന്ന് പോരലുണ്ട്. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ചുടൽ. അങ്ങനെ ഞാൻ ആ കുക്കറിലേക്ക് ചെറുള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിനും പോകണം. പിന്നെ അപ്പോൾ അവരെ മുഹൂർത്തം ഒരു 10:30-ഒക്കെയാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും അവിടെ എത്തും വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് കൊടുത്തിട്ട് അതങ്ങനെ ഡയറക്റ്റായിട്ട് ഗ്യാസുമ്മ വെച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ഉള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഈ സമയത്ത് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എന്താ ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 അപ്പത്തിൻ്റെ മാവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ അടുത്തതും ചുട്ടെടുക്കുന്നത്. തീ കുറച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ ഊരിയിട്ടാണ് കേട്ടോ നമ്മൾ അടച്ച് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ കുക്കറിൻ്റെ ഈ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പുറത്ത് വരും കേട്ടോ. ആവിയും വരും, വെള്ളത്തുള്ളികൾ ഇങ്ങനെ പുറത്ത് വരും. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയാൽ നമ്മുടെ കലത്തപ്പം വെന്തിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടി ഇങ്ങനെ അടച്ച് കൊടുത്താൽ മതി. എന്തായാലും അങ്ങനെ വെള്ളത്തുള്ളികൾ വന്ന് തുടങ്ങിയാൽ പിന്നെ നമ്മുടെ കലത്തപ്പം നല്ല റെഡിയായി വന്നിട്ടുണ്ടാവും. എന്താ വെള്ളത്തുള്ളികളും ആവിയും ഒക്കെ വന്നതിന് ശേഷം ഞാൻ തീയൊക്കെ ഒന്ന് ഓഫായി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചൂടാറിയിട്ട് തുറന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ചൂടാറിയിട്ട് പിന്നെ തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കലത്തപ്പം കുക്കറിനൊക്കെ ഇങ്ങനെ സൈഡൊക്കെ അടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. എന്നാൽ തന്നെ നമ്മുടെ കലത്തപ്പൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെ ഉണ്ടോ റെഡിയായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ആ കലത്തപ്പൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ കല്യാണത്തിന് പോകാൻ. അപ്പോൾ ഞാനിവിടെ കല്യാണത്തിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകൾ ഒരു ട്രോളി ബാഗിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമ്മൾ കല്യാണത്തിന് പോക്ക് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഇപ്പോൾ വന്നാൽ പോവുകയും ചെയ്യാം. അപ്പോൾ അത് മക്കളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ ഞാൻ അതിലേക്ക് വെക്കുന്നുണ്ട്. കാരണം ഞാനിതൊക്കെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. കാരണം എന്തെങ്കിലും മറന്നു പോയാൽ പിന്നെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ദൂരമുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഡ്രസ്സുകളും മക്കളുടെ ഡ്രസ്സുകളും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് ഡ്രസ്സുകളൊക്കെ ഇൻഷാല്ലാ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കട്ടോ. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ നിക്കാഹ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ വീട് കുറ്റിപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നിക്കാഹ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ തിങ്കളാഴ്ച കല്യാണം നമ്മുടെ വീടിൻ്റെ അടുത്തിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാൻസി സാധനങ്ങളും ഒക്കെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ കേട്ടോ. പിന്നെ ഞാൻ കല്യാണത്തിന് പോയി വന്നപ്പോഴത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഇപ്പം വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ചായ കഴിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അങ്ങോട്ട് പോകാൻ എളാപ്പാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ തറവാട്ടിൻ്റെ താഴെ ഉണ്ടല്ലോ ഒരു എളാപ്പാൻ്റെ വീട് ഞാൻ കാണിക്കലുണ്ട് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടിലാണ് കേട്ടോ കല്യാണം. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. അപ്പോൾ അതാ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വീടൊക്കെ നല്ല അടിപൊളിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തലേന്ന് നിൽക്കാതിൻ്റെ തലേന്നല്ല ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി പോന്നു കേട്ടോ. ഇനി നാളെയാണ് കല്യാണത്തിൻ്റെ തലേന്നായിട്ട് വരിക. കാരണം പിന്നെ ഞായറാഴ്ച രാത്രിയാണ് കേട്ടോ പരിപാടി വീട്ടിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. കാരണം നാളെ രാവിലെ നേരത്തെ 9 മണിയാകുമ്പോഴത്തേനാണ് കേട്ടോ നമ്മൾ നിൽക്കാനായിട്ട് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ആ സമയം നിൽക്കുമ്പോഴത്തേനൊക്കെ ഒരുങ്ങണമല്ലോ മക്കളെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ നമ്മൾ വേഗം അവിടെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു പോരുകയാണ്. നമുക്ക് കല്യാണത്തിന് നിക്കാഹിന് വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക് യു.